മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ആതിരയുടെ കയ്യിൽ നിന്നും എല്ലാം പോയൊരു മട്ടാണ്. ആതില നല്ല രീതിയിൽ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് നിവീനുമായി സംസാരിച്ച ഒരു ധാരണയിലൊക്കെ എത്തിയെങ്കിലും ഇന്ന് ബിന്നി എന്തായാലും ആതിലയുടെ മുഖംമൂടി അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. വീണ്ടും ആതിലനെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഷാനവാസിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ എല്ലാവരും ആതിലേനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരാൾ പോലും നൂറയെ കുറ്റപ്പെടുത്തിയില്ല. ആതില ചെയ്ത കുറ്റത്തിന് ആതിലയുടെ പാർട്ട്ണറായ നൂറയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ലൈവിൽ ഇപ്പോൾ നമ്മുടെ നൂറ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് നൂറ പറയുന്നത്, ഇവിടെ ആർക്ക് വേണമെങ്കിലും നമ്മളെ രണ്ടുപേരെയും എന്ത് വേണമെങ്കിലും പറയാം, കാരണം നമുക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ ആരും വരില്ല. ഫാമിലി വീക്ക് വരുമ്പോഴും നമ്മുടെ വീട്ടിൽ നിന്നും ആരും വരില്ല എന്ന് ഇവർക്കറിയാം. നമുക്ക് രണ്ടുപേർക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. നോക്കിക്കോ, തിങ്കളാഴ്ച വരുമ്പോഴും ഇവരെല്ലാവരും നമ്മളെ രണ്ടുപേരെയും നോമിനേഷനിലിടും. നമ്മളിൽ ആരെങ്കിലും ഔട്ടായി പൊക്കോട്ടെ എന്നായിരിക്കും ഇവർ കരുതുന്നത് എന്ന്. അപ്പോഴും ആതില പറയുന്നത്, അതൊക്കെ ഇവരുടെ ഗെയിമാണ് മോളെ, നീ കരയണ്ട എന്നൊക്കെയാണ്. പക്ഷേ ആതിലയുടെ കാര്യം ഓർത്ത് നൂറയ്ക്ക് നല്ല ടെൻഷനുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആതിലെ എന്തെങ്കിലും പറയുമോ എന്നും നൂറയ്ക്ക് നല്ല പേടിയുണ്ട്. സ്വാഭാവികമായിട്ടും നൂറയും ആതിലയും പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ആതിലേക്ക് എന്തെങ്കിലും വരുമ്പോൾ നൂറയ്ക്ക് ഓട്ടോമാറ്റിക്കലി സങ്കടം വരും. അത് സ്വാഭാവികമാണ്. പിന്നെ നെവീൻ്റെ കാര്യത്തിൽ ആതിലയ്ക്ക് തെറ്റുപറ്റിയെന്ന് നൂറയ്ക്കും ഇപ്പോൾ ഉറപ്പായി. കൂടുതലായിട്ട് റിയാസാണ് നൂറയോട് അത് പറഞ്ഞതും. റിയാസ് വന്ന സമയത്ത് നൂറയോട് പറഞ്ഞിരുന്നു, ആതിൽ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, അറ്റ്ലീസ്റ്റ് നെവീനോടെങ്കിലും ചോദിച്ചിട്ട് ഓപ്പൺ നോമിനേഷൻ നടത്തിയാൽ മതിയായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ മുതൽ നൂറ ഓൾറെഡി ഡൗൺ ആണ്. ആതിലേനെ കുറിച്ച് ഓർത്താണ് നൂറയുടെയും ടെൻഷൻ. കാരണം നൂറേനെ ഇതുവരെ ആരും ഒന്ന് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നെവീൻ്റെ കാര്യത്തിലേക്ക് എടുത്തിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും എക്സ്പോസ് ചെയ്യുന്നതും ആതിലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആതില ഔട്ടായി പോകുമോ, ഞാനിവിടെ ഒറ്റയ്ക്കായി പോകുമോ എന്നൊരു പേടി ഇപ്പോൾ നൂറേനെ പിടികൂടിയിട്ടുണ്ട്. നൂറയും ആതിലയും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിക്ക് ഗെയിം കളിക്കുന്നത് നൂറയാണ്. ഇനി റിയാസ് വന്നത് നൂറേനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. 2-3 ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും റിയാസ് വന്നത് ആതിലേനെ ബാധിച്ചിരിക്കുന്നത് പോലെ നൂറയും ബാധിച്ചിട്ടുണ്ടോ എന്ന്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.